മലദൈവങ്ങളെ എന്നുള്ള വിളി അവർ കേട്ടിട്ടുണ്ടാവണം. കമലയുടെ നീളമുള്ള മുടിയിൽ പൊക്കന് പിടികിട്ടി. അവർ രണ്ടാളും ഒരുമിച്ച് ഒഴുകി തുടങ്ങി. ഒടുവിൽ ക്ഷീണിച്ച് അവശരായി കരയിൽ നീന്തിയെത്തി. കമല കുഴഞ്ഞ് കരയിൽ വീഴുകയായിരുന്നു. അവളുടെ തണുത്തുറഞ്ഞ കൈകാലുകൾ അവൻ തടവി ചൂടുപിടിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് മറഞ്ഞു പോകുന്ന കൃഷ്ണമണിയെ അവൻ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. പെണ്ണേ പെണ്ണേ എന്ന പൊക്കൻ്റെ വിളിയിൽ അവൾ എങ്ങനെ ഉണരാതിരിക്കും? കൈകാലുകൾ തടവി ചൂടുപിടിപ്പിക്കുമ്പോഴൊക്കെ അവൾ അവനോട് ചേരാൻ ശ്രമിച്ചു. അവളുടെ ചുണ്ടിലേക്ക് പ്രണയത്തിൻ്റെ തീക്ഷ്ണതയാർന്ന ഉഷ്ണപ്രവാഹം നടന്നുകൊണ്ടിരുന്നു. പൊക്ക, അവളുടെ വിറയാർന്ന ശബ്ദം തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു. എന്താണ് പെണ്ണേ? എനിക്ക് വല്ലാണ്ട് തണുക്കുന്നു. എനിക്കും നിനക്കും ഇടയിൽ ഒരു തുള്ളി കാറ്റുപോലും കടക്കാനുള്ള സ്ഥലമില്ല പെണ്ണേ. എന്നിട്ടും അവൾ അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു. പൊക്കൻ്റെ ചുണ്ടുകൾ കവിളിലൂടെ, ചുണ്ടിലൂടെ, കഴുത്തിലൂടെ അങ്ങനെ അങ്ങനെ ഇഴഞ്ഞു നടന്നു. ഇപ്പോൾ ചൂട് കിട്ടുന്നുണ്ടോ പെണ്ണേ? ഉണ്ട് പൊക്ക. നിന്റെ ചൂട് പൊക്ക. ഈ വെള്ളത്തിൽ ഞാനങ്ങ് പോയാൽ താനെന്ത് ചെയ്യും? താൻ പോയാൽ പിന്നെ ഞാനെന്തിനാ കമല? പിന്നെ നമ്മുടെ കുഞ്ഞും. കമലയുടെ വയറിൽ ചെവിയോർത്ത് അവൻ ആ വയറിൽ ചെറുതായൊന്ന് ഉമ്മ വെച്ചു. അവനൊന്ന് അനങ്ങിയ പോലെ. തനിക്ക് എൻ്റെ നഗ്നത ഒരു പ്രശ്നമല്ലേ പൊക്ക? പെണ്ണേ, ഞാനല്ലേ തൻ്റെ നഗ്നത കാണുന്നത്? ഇവിടെ കാടാണ്, ആരും ഒളിഞ്ഞു നോക്കാനില്ല പെണ്ണേ, ഞാനും നീയും മാത്രം. പതിയെ കമല തോണ്ടിയപ്പോൾ പൊക്കനൊന്ന് തിരിഞ്ഞു നോക്കി. ഒരു കൂട്ടം ചെന്നായ്ക്കൾ. അവർ കമലയെയും പൊക്കനെയും നോക്കി നാവ് നുണയുകയാണ്. ഓടിയാലും ഒരു രക്ഷയില്ല. അടുത്തുണ്ടായിരുന്ന കല്ലെറിഞ്ഞപ്പോൾ അവർ ഒന്ന് മുരണ്ടു. ഏകദേശം 40ഓളം വരുന്ന ഒരു ചെന്നായിക്കൂട്ടം. പൊക്കൻ കമലയെ മറച്ചു പിടിച്ചു. ഒരു മരത്തിനോട് ചേർന്ന് നിന്നു. കയ്യിൽ നല്ല ബലമുള്ള ഒരു വടി ഉറപ്പിച്ചു വെച്ചു. കമല, താൻ പതിയെ ഈ മരത്തിൽ കയറൂ. ഞാനോ? അപ്പോൾ പൊക്കൻ, ഞാൻ പിന്നാലെ വരും. ഇവറ്റകൾ ആക്രമിക്കും. താനിപ്പോൾ കയറൂ. പൊക്കൻ്റെ മറവിൽ പതിയെ കമല മരത്തിൽ കയറി മുകളിലേക്ക് പോയി. മുകളിൽ ഫോറസ്റ്റ് വാർഡന്മാരുടേത് എന്ന് തോന്നിക്കുന്ന ഒരു ചെറിയ പഴയ ഏറുമാടമുണ്ടായിരുന്നു. പാഞ്ഞെടുത്ത ചെന്നായിലൊരുവൻ മോങ്ങി ദൂരേക്ക് തെറിച്ചു വീണു. ബാക്കിയുള്ളവ പാഞ്ഞെടുക്കും മുൻപ് പൊക്കൻ ഏറുമാടത്തിൽ വലിഞ്ഞു കയറി തുടങ്ങി. പാഞ്ഞെടുത്തവയിൽ നിന്നും ഒരുത്തൻ്റെ കടി കാലിൽ തന്നെ കിട്ടി. എങ്കിലും പതിയെ പൊക്കൻ മുകളിൽ എത്തി. മുറിവിൽ നിന്നും ചോര വാർന്നൊലിച്ചുകൊണ്ടിരുന്നു. കമല അവനെ ചേർത്ത് പിടിച്ചു. പേടിച്ചു പോയോ പെണ്ണെ? കിതപ്പാർന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു. പിന്നെ പേടിക്കാണ്ട. എന്താ പൊക്ക നമുക്കിങ്ങനെയൊക്കെ? ദൈവത്തിന് നമ്മെ ഭയങ്കര ഇഷ്ടാ കമല, അതുകൊണ്ടാ പരീക്ഷണങ്ങൾ. അധ്യായം 19. സർ, അവരെക്കുറിച്ച് നമുക്കൊരു വിവരവും കിട്ടുന്നില്ലല്ലോ. എന്നാലും അവരിതെവിടെ പോയി? ഹരി, താൻ അങ്ങനെ നിരാശനാവാതെ. കണ്ടുകിട്ടും, ഉറപ്പാണ്. അവർ കാടിൻ്റെ മക്കളാണ്. അവർക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. നവി പുഴയിൽ നിന്നും അല്പം വെള്ളമെടുത്ത് മുഖം കഴുകി. ബാക്കിയുള്ളവരും പെട്ടെന്നൊന്ന് വൃത്തിയായി. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണങ്ങൾ അവർ പങ്കിട്ട് കഴിച്ചു. സർ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ് ശരി? അവരെ കണ്ടുകിട്ടിയാൽ എന്തു ചെയ്യാനാണ് പരിപാടി? പുറത്ത് അവരെയും കാത്ത് മന്ത്രിമാർ അടക്കമുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റണം അശ്വതി. അവർ നിരപരാധികളാണെങ്കിൽ അവരുടെ സത്യങ്ങൾ ആളുകൾ അറിഞ്ഞേ പറ്റൂ. കണ്ടാൽ ഉടൻ വെടിവെച്ച് കൊല്ലാനാണ് ഓർഡർ. പക്ഷേ ഒരു കീഴ്വഴക്കമുണ്ട് നമ്മുടെ നിയമത്തിൽ. കീഴടങ്ങിയ ആളുകളെ പിന്നെ ഉപദ്രവിക്കാൻ പാടില്ല. അവരുടെ തെറ്റിനുള്ള ശിക്ഷ കൊടുക്കാം. സർ, നമുക്കവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. വിപിയനും ആകാംക്ഷയാണ്. ഫോണിൽ സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല. ചിലരുടെ ഫോണുകൾ ചത്തു തുടങ്ങിയിരിക്കുന്നു. രാത്രിയും പകലും ഇല്ലാത്ത യാത്രയിൽ അശ്വതി നവിയോടൊപ്പമായിരുന്നു എപ്പോഴും. രാത്രിയിൽ ടെൻ്റടിച്ചും തീകൂട്ടി മൃഗങ്ങളെ അകറ്റിയും എല്ലാവരും ഉറക്കം. നവി ഓരോന്ന് ചിന്തിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്വതി അടുത്തു വന്നിരുന്നത്. എന്താണ് മാഷേ, ഉറങ്ങിയില്ലേ? ഇല്ല സർ, ഉറക്കം വരുന്നില്ല. തനിക്ക് ജോലിയിലല്ലാത്തപ്പോഴെങ്കിലും ഈ സാറ് വിളി ഒന്ന് നിർത്തിക്കൂടെ അച്ചു? നവിയേട്ടന് ഇപ്പോഴും അച്ചു എന്ന് വിളിക്കാനാണോ ഇഷ്ടം? ഇഷ്ടവും ഇഷ്ടക്കേടും. ഇതിനൊന്നും വലിയ കാര്യമില്ല അച്ചു. എന്താണ് തൻ്റെ ലൈഫ്? അതങ്ങനെ പാതി വഴിയിൽ സ്തംഭിച്ച് നിൽക്കാം നവിയേട്ടാ. ഭയങ്കര കുടിയും കമ്പനിക്കാരും ഒക്കെ ആയിട്ട് പുള്ളിയുടെ ആഡംബര ജീവിതം. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോവും ഞാൻ എന്തിനാ വെറുതെ ജീവിക്കുന്നതെന്നൊക്കെ. എന്നാലും അങ്ങനെ ജീവിക്കാം. നവിയേട്ടൻ
കാശ്മീരിൽ പോയപ്പോൾ മനസ്സ് മുഴുവൻ അങ്ങ് ചത്ത പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഏട്ടൻ്റെ കൂടെ ഒരു മിഷൻ, അതിലൊരു വല്ലാത്ത സന്തോഷം. അതുകൊണ്ട് മാത്രമാണോ താൻ ഈ മിഷന് വന്നത്? അല്ലാന്ന് പറഞ്ഞാൽ കള്ളാവില്ല ഏട്ടാ. എനിക്കും എൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ട് മാത്രം നഷ്ടമായതല്ലേ ഏട്ടനെ എനിക്ക്. നവിയേട്ടൻ്റെ ജീവിതം എൻ്റെ ജീവിതം അങ്ങനെ ഒത്തുപോകുന്നു. രാഗിയും മോളും. പക്ഷേ മോഹിച്ചത് കിട്ടാത്തപ്പോഴുള്ള എന്തോ ഒന്നിങ്ങനെ നീറുന്നുണ്ട്. എനിക്ക് ഏട്ടൻ്റെ പാതിയാവാൻ കഴിയുക, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. അതൊക്കെ അങ്ങനെ തീർന്നു. ഇപ്പോൾ ഒഴുക്കിനനുസരിച്ച് ഞാനും അങ്ങനെ നീങ്ങുക തന്നെയാണ്. ഒരാൾ അത് തന്നെ ധാരാളം എന്ന പോലെയാണ് മൂപ്പരുടെ ധാരണ. കുട്ടികളുടെ കാര്യത്തിൽ പോലും. എടോ അച്ചു, സഫർ ചെയ്യാൻ തന്നെയാണോ തൻ്റെ തീരുമാനം? പിന്നല്ലാതെ. അങ്ങനെ പോട്ടേന്നേ. ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കി ജീവിക്കാൻ പഠിച്ചു. ഇപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു അച്ചു, താനും ഞാനും, അതായത് തനിക്ക് 18 എനിക്ക് 22 ആയിരുന്ന കാലം, താൻ എന്നോട് പറഞ്ഞ നോ യെസ് ആയിരുന്നെങ്കിൽ ഞാനും നീയും നമ്മുടെ വീട് നിറയെ കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ. അന്ന് അങ്ങനെ പറയാനാണ് നവിയേട്ട തോന്നിയത്. ഇന്ന് നേരെ തിരിച്ചു. അതാടോ അച്ചു ഉപാധികളില്ലാത്ത പ്രണയം എന്ന് പറയുന്നത്. ഇന്ന് നവിയേട്ടന് എന്നോട് ആ പ്രണയമുണ്ടോ? ഇല്ലയെന്ന് പറഞ്ഞ കളവാവും, ഉണ്ടെന്ന് പറഞ്ഞ മനസാക്ഷിയോടുള്ള ചതിയും. വേണ്ട, നവിയേട്ടൻ എത്രമാത്രം രാഗിയേച്ചിയെ സ്നേഹിക്കുന്നുണ്ട് എന്നതൊക്കെ എനിക്കറിയാം. അതങ്ങനെ തന്നെ പോട്ടെ. ഞാനതൊക്കെ എൻ്റെ വിധിയായി കരുതി സമാധാനിച്ചോളാം. അശ്വതിയുടെ കണ്ണു നിറഞ്ഞ് തുളുമ്പിയിരുന്നു. ഏയ് എന്താടോ അച്ചു, ഇതിനൊക്കെ എങ്ങനെ തുടങ്ങിയാൽ താൻ കുറച്ചുകൂടെ ബോൾഡാവും എന്നാണ് ഞാൻ കരുതിയത്. നവി അവളുടെ കണ്ണുകൾ തുടച്ചു. പെട്ടെന്ന് അവൾ നവിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഹേയ് അച്ചു, എന്താടോ? വാക്കുകൾ കിട്ടാതെ നവി എങ്ങനെ ധർമ്മസങ്കടത്തിലായി. നവിയേട്ടാ, ഞാൻ കുറച്ചു നേരം ഈ നെഞ്ചിലൊന്ന് വിശ്രമിച്ചോട്ടെ. നമ്മൾ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ നവി എന്തു വിളിക്കുമായിരുന്നു? ആൺകുട്ടിയാണെങ്കിൽ മിത്ര, പെൺകുട്ടിയാണെങ്കിൽ അശ്വിനി. അശ്വതി കൂടുതൽ നവിയോട് പറ്റിച്ചേർന്നിരുന്നു. ആളിക്കത്തുന്ന തീയിൽ അശ്വതിയുടെ മുഖം ഒന്നുകൂടി ചുവന്നു തൊടുത്തിരുന്നു. അധ്യായം 20. കുറേ നേരം ഏറുമാടത്തിൽ കഴിഞ്ഞതിനു ശേഷമാണ് പൊക്കനും കമലയും യാത്ര തിരിച്ചത്. പൊക്ക, എനിക്കധികം നടക്കാൻ കഴിയില്ല പൊക്ക. വയറൊക്കെ വലിഞ്ഞു മുറുകണ പോലെ. ആ മരം കയറ്റം കൂടിയായപ്പോൾ സഹിക്കാനാവുന്നില്ല. പെണ്ണേ, നീ എന്നെ പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ചതല്ല ചക്ക. വയറ്റിൽ നിന്ന് വാവ അടിയും കുത്തും ചവിട്ടും തുടങ്ങിയിട്ടുണ്ട്. ഏതു നിമിഷവും അവൻ പുറത്തു വരും. തനിക്ക് നടക്കാനാവില്ല എങ്കിൽ ഞാൻ തന്നെ തോളിലിട്ട് നടക്കാം പെണ്ണെ. ഇത്രയും ദുർഘടമായ ഈ കാട്ടുവഴികളിലൂടെ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പൊക്കാം. എൻ്റെ കൈകാലുകളിൽ മുഴുവൻ നീര് കയറി നിറഞ്ഞു ചിക്കാം. ഒരു മരത്തണലിൽ അവനെ ചേർന്ന് അവൾ ഇരുന്നു. കൈകാലുകൾ തടവി അവളുടെ വേദനകൾ അകറ്റി. പൊക്ക, പ്രസവത്തിന് വേണ്ട ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തുമോ? ഇനിയും എത്ര ദൂരമുണ്ടെന്നറിയില്ല പെണ്ണെ. കർണാടകയാണെന്ന് തോന്നുന്നു. ഒഴുകി വരുന്നതിലേറെയും ചോളമാണ്. തീരത്ത് ചോളകൃഷിയുള്ളത് കർണാടകയാണ്. പൊക്കൻ അവളുടെ മുഖം നന്നായി ഒന്ന് കഴുകിക്കൊടുത്തു. പൊക്കൻ്റെ കാലിലെ മുറിവുകളിൽ പച്ചില ചതച്ചു വെച്ചു. അവർ വീണ്ടും യാത്ര തുടങ്ങാൻ നേരം കമല വീണ്ടും വല്ലാതെ അസ്വസ്ഥത കാണിച്ചു. അവൾ കൈകാലുകൾ ഇട്ടുപിടച്ചു. പൊക്കൻ്റെ കൈ അവൾ വല്ലാതെ മുറുകെ പിടിച്ചു. തണുത്ത കാലാവസ്ഥയിലും കമല വിയർത്തൊഴുകി. വേദന കൊണ്ടവൾ പുളയുകയായിരുന്നു. തകർത്തു പെയ്യുന്ന മഴയിൽ അവർ രണ്ടുപേരും നനഞ്ഞു തീരുകയായിരുന്നു. കാടിനെ മുഴുവൻ കരയിപ്പിച്ചുകൊണ്ടാണോ ചിരിപ്പിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഒരു കുഞ്ഞു കരച്ചിൽ ഉയർന്നു വന്നു. പൊക്കൻ്റെയും കമലയുടെയും പെൺകുഞ്ഞ് പിറന്നു വീണു. കാടിൻ്റെ മകൾ. പതിയെ പതിയെ അവൾ കണ്ണുകൾ തുറന്ന് അവരെ നോക്കി. മോണകാട്ടിയുള്ള ചിരിയിൽ പൊക്കൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കമലയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അധ്യായം 21. മാഷേ, എന്തോരം ദിവസമായി ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട്? ഒരു പിടിയുമില്ലാത്ത പോലെ ആകെ ഇരുട്ടിൽ തപ്പുകയാണല്ലോ. ഭീമ, വല്ല വന്യമൃഗങ്ങളും തീറ്റയാക്കിയിട്ടുണ്ടാവും. അവർ രക്ഷപ്പെടാനേ ഒരു സാധ്യതയില്ല. അതല്ല മാഷേ, അവർ ജീവനോടെ പുറത്തെത്തിയാൽ തീർന്നു. എല്ലാം ഊരിലെ മനുഷ്യക്കടത്തും എന്ന പേരിൽ കഴിഞ്ഞ ദിവസം രമണികയിൽ ഒരു സാധനം അച്ചടിച്ചു വരുന്നു. നമ്മുടെ പയ്യൻ അവിടെ ഉള്ളതുകൊണ്ട് രാത്രിക്ക് രാത്രി എഡിറ്ററുടെ കയ്യും കാലും തല്ലിയൊടിച്ച് മുഴുവൻ ഇങ്ങ് കൊണ്ടുവന്നു. താൻ പേടിക്കാതെ ഇരിക്കടോ. മിലിറ്ററിയിൽ നിന്ന് നാട്ടിൽ വന്ന ഒരുത്തനാണ് ഇവിടെ നമ്മുടെ കേസ് നോക്കുന്നത്.
പട്ടാളക്കാരനല്ലേ, അവന് കാണുന്നവനെല്ലാം തീവ്രവാദികളാണ്. കണ്ടാലുടൻ വെടിവെക്കാനാണ് ഓർഡർ. അവർക്ക് അതേ അറിയൂ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ പേടിക്കണ്ട. മാഷേ, ഒരന്വേഷണം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. മുൻപ് പോയ പെൺകുട്ടികളെല്ലാം എവിടെയെന്ന ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം നൽകും? എടോ കോപ്പെ, വെറുതെ അങ്ങ് വരട്ടാതെ. അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഏത് ഉദ്യോഗസ്ഥനാണോ ഇപ്പോൾ ഉള്ളത്? ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായവും എന്നൂരിൻ്റെ അവസാന ഭാഗവും കാണുന്നതിനെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫോളോ ചെയ്യുക. താങ്ക്